വാർത്തകളിലേക്ക്. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലേങ്ങളുടെ പുനരുദ്ധാരണത്തിന് കാലതാമസം പാടില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഫണ്ട് അനുവദിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനരുദ്ധാരണ പ്രവർത്തനം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ ഗിന്നസ് മാടസ്വാമിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ഈ പരാതി പരിഗണിച്ചാണ് നടപടി. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ കാലതാമസം വരുത്തരുതെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന 4 തോട്ടങ്ങളിലെ ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന സർക്കാർ 33.7 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. നിർമ്മിതി കേന്ദ്രം എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചെങ്കിലും പദ്ധതി വിഹിതം ക്രമീകരിച്ചപ്പോൾ തുക വകയിരുത്തിയില്ല. ഇതാണ് കാലതാമസത്തിന് കാരണമായത്. തുടർന്ന് മറ്റു ചില ശീർഷകങ്ങളിൽ നിന്നും തുക ലഭ്യമാക്കിയാണ് പദ്ധതി ധനവകുപ്പിന് സമർപ്പിച്ചത്. എസ്റ്റിമേറ്റിൽ ധനവകുപ്പ് 1 മാസത്തിനകം തീരുമാനമെടുത്ത് തൊഴിൽ സെക്രട്ടറിയെ അറിയിക്കണമെന്നാണ് കമ്മീഷൻ ഉത്തരവിൽ ആവശ്യപ്പെട്ടത്. ധനവകുപ്പിൽ നിന്നും അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാൻ 10 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അത് ധനവകുപ്പിന്റെ പരിഗണനയിലാണെന്നും തൊഴിൽ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു. പദ്ധതിക്ക് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും അടിയന്തരമായി അനുമതി നേടണമെന്ന് കമ്മീഷൻ തൊഴിൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. കൂടിയ തോട്ടമായ കോട്ടമല ഡിവിഷനിലെ ഒരു ലയം ഇടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 4-5 പേർക്ക് പരിക്കുകൾ സംഭവിക്കുകയും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് എത്രയും വേഗം വിഷയത്തിൽ പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനും പറയാൻ നൽകിയിരുന്നു. ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയത് സർക്കാരിൽ നിന്ന് 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിക്കും ധനവകുപ്പിന് നൽകുകയും ചെയ്തു. എന്നാൽ ഈ ധനകാര്യ വകുപ്പിൽ നിന്ന് ഒരു കുറേ കാലതാമസം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ശക്തമായ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ലയങ്ങളുടെ നവീകരണം സംബന്ധിച്ച് യാതൊരു കാരണവശാലും കാലതാമസം പാടില്ല എന്ന ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ കാലപ്പഴക്കം ചെന്ന ലയങ്ങൾ ഇടിഞ്ഞു വീണ് അപകടമുണ്ടാകുന്നത് പതിവാണ്. ഇത് സംബന്ധിച്ച് ഇടുക്കി വിഷൻ വാർത്ത മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയാണ് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ എത്തിച്ചത്. ഇത് പരിഗണനയിലിരിക്കെ കോട്ടമലയിൽ ലയത്തിന്റെ ഭിത്തി തകർന്ന് തൊഴിലാളി തലനാരിലേക്ക് രക്ഷപ്പെട്ട സംഭവം ഉണ്ടായി. തുടർന്ന് ഡോക്ടർ ഗിന്നസ് മാടസ്വാമി വീണ്ടും കമ്മീഷന് പരാതി നൽകി. ഈ പരാതിയിലാണ് കമ്മീഷന്റെ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ.